ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മനോഹറിനെ കൊടുക്കേണ്ടതൊക്കെ കൊടുത്തിട്ട് കിരൺ ആട്ടി പറഞ്ഞേക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ മനോഹർ അവിടെ നിന്ന് പോകുവാണ്. നാണക്കേടും എല്ലാം കൊണ്ട് പോകുവാണ്. ശേഷം കാണിക്കുന്നത് മനോഹറിനെ ആ ഒരു അടക്കോ ഒതുക്കമൊക്കെ വരുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് എലിസബത്തിന്റെ കാര്യങ്ങളാണ്. അങ്ങനെ എലിസബത്ത് ഷാരിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. റിസൾട്ട് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക കേട്ടോ. ആ സമയത്ത് ഷാരി ആകെ ടെൻഷനായിട്ട് എലിസബത്തിനെ കാണാൻ വേണ്ടി റോഡരികെ തന്നെ പോകുവാണ്. അങ്ങനെ അവിടെ എത്ര എലിസബത്ത് പറയുന്നുണ്ട് ഷാരി എടുത്ത്, ഷാരി നീ എനിക്ക് ഒരു മുടിനാരിയുടെ തന്നില്ലേ, അമ്മയുടെ മകളുടെ ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിന്റെ കൂട്ടുകാരത്തിൽ ആരുടെയാണെന്ന് പറഞ്ഞിട്ട്, എടി അത് അവർ അമ്മയും മകളും അല്ല എന്നിങ്ങനെ പറയുവാണ്. നീ എന്താ എലിസബത്ത് പറഞ്ഞത്, സത്യം തന്നെയാണോ എന്ന് പറയുമ്പോൾ, പിന്നെ സത്യമായിട്ട് റിപ്പോർട്ട് മാറിപ്പോയൊന്നുമില്ലല്ലോ എന്ന് ഷാരി ചോദിക്കുമ്പോൾ, ഇല്ലടി നിന്റെ കേസ് എന്നെ സ്പെഷ്യലായിട്ട് കെയർ ചെയ്തിട്ടാണ് ചെയ്തത്, ഇത് അമ്മയുടെ മകളുടെ അല്ലടി, അവർ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുക, പാവം, അവരിതറിഞ്ഞാൽ സഹിക്കില്ല, നീ അവരുടെ സത്യങ്ങളൊന്നും അവരോട് പറയരുത് കേട്ടോ, അവരുടെ ജീവൻ നിലയ്ക്കാൻ പോലും കാരണമാകും ഈ വാർത്ത എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എലിസബത്ത് അവിടെ നിന്ന് പോകുവാണ്. എലിസബത്ത് പോണ വരെ നമ്മുടെ ഷാരി പിടിച്ച് നിൽക്കുവാണ്ടോ കരയാതെ. എലിസബത്ത് പോകുമ്പോഴേക്ക് പൊട്ടിക്കരിഞ്ഞു പോണ ഷാരി അതിനുശേഷം പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. അതിനുശേഷം ഷാരി നേരെ അവനെ വീട്ടിലേക്കാട്ടോ. രാഹുലിനോട് ഇതിനൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ രാഹുൽ ഒന്നും തന്നെ സമ്മതിക്കുന്നില്ല. അവസാനം ഷാരിക്കുള്ളൊരു തിരിച്ചടി എന്നാൽ ഷാരിക്ക രാഹുലിനെ കൊടുക്കാൻ വേണ്ടി തിരിച്ചടിയാണ് എലിസബത്ത് എന്ന് പറഞ്ഞ DNA ടെസ്റ്റ് ചെയ്ത ആ ഒരു വ്യക്തി. അങ്ങനെ എലിസബത്തിനെ വിളിച്ചു വരുത്തി സത്യങ്ങളൊക്കെ ഷാരി തെളിയിക്കുവാണ്. ഷാരി തെളിയിക്കുമ്പോൾ ഇനി സരയു വേദനിക്കും, സരയുവിന് വിഷമമാകും എന്നൊന്നും വിചാരിക്കില്ല. സരയു തൻ്റെ ആരുമല്ലോ, അതുകൊണ്ട് സരയുടുത്ത് കൂടി സത്യങ്ങൾ പറയാൻ വേണ്ടുന്ന രീതിയിൽ തന്നെ എലിസബത്ത് സത്യങ്ങളൊക്കെ രാഹുലിന്റെ മുഖത്തടിച്ച് പറയുവാണ്. അത് ഞാൻ പറഞ്ഞ റിപ്പോർട്ട് സത്യമാണ് എന്നിങ്ങനെ പറയുമ്പോഴേക്കും രാഹുലിനും വീണ്ടും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ ഷാരി ആകെ തകർന്നു പോവാണ്. മിക്കവാറും ഈ തകർച്ച കാരണം ഷാരി നന്നാവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഇന്നത്തെ പ്രൊമോ കാണുമ്പോഴേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.